ഈ വീഡിയോയിൽ നമ്മൾ സിക്സ്ത് സെമ്മിലെ ആൻഡ്രോയിഡിൻ്റെ മൊഡ്യൂൾ 1ൻ്റെ കുറച്ച് ടോപ്പിക്സാണ് നോക്കുന്നത്. ഞാൻ എല്ലാം കൂടെ ഒരു വീഡിയോയിൽ ചെയ്യാനാണ് പ്ലാൻ ചെയ്തത്, പക്ഷെ അത് ഒരുപാട് ഡ്യൂറേഷൻ വരുന്നുണ്ട്. സോ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് തന്നെ ചെയ്യാൻ പ്ലാൻ ചെയ്തൊക്കെയാണ്. പിന്നെ തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ സബ്ജക്റ്റിനെ പറ്റിയിട്ടാണ്. ഈ സബ്ജക്റ്റ് ഓൾറെഡി നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഒരുപാട് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സാണ്. ലൈക്ക് ഈവൻ ഞാൻ പോലും 1-2 പ്രാവശ്യം ആലോചിച്ചതാണ് ഇത് വീഡിയോ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. പക്ഷെ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തത് കൊണ്ട് മാത്രമാണ് ഞാനിതൊരു തിയറി ബേസിൽ പറഞ്ഞു പോണത്. ലൈക്ക് നിങ്ങളുടെ സിലബസും അങ്ങനെ തന്നെയാണ് അത് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ഇത് ആക്ച്വലി ഒരു പ്രാക്ടിക്കൽ സബ്ജക്റ്റാണ്. അതും 6 മാസം കൂടുമ്പോൾ അപ്ഡേഷൻ നടക്കുന്നൊരു സബ്ജക്റ്റാണ്. സ്റ്റിൽ നിങ്ങൾക്ക് ഭയങ്കര ഔട്ട്ഡേറ്റഡ് ആയിപ്പോയി ഈ ഒരു സബ്ജക്റ്റ്. ആദ്യം തന്നെ ആൻഡ്രോയിഡ് എന്താണെന്നുള്ളത് നോക്കാം. ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പൺ സോഴ്സ് ലിനക്സ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഇതിൽ ഓപ്പൺ സോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് ആൻഡ്രോയിഡിൻ്റെ ആ ഒരു സോഴ്സ് കോഡ് കാര്യങ്ങളൊക്കെ വ്യൂ ചെയ്യാനും അതുപോലെ അത് എഡിറ്റ് ചെയ്ത് കസ്റ്റം വെർഷൻസ് ക്രിയേറ്റ് ചെയ്ത് ഇപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട്സിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് അവർക്കൊക്കെ വേണമെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. നിങ്ങൾ ഈ ആൻഡ്രോയിഡ് ഡെവലപ്പ് ചെയ്തവർക്ക് പൈസയൊന്നും കൊടുക്കണ്ട, ലൈസൻസ് ഒന്നും എടുക്കണ്ട. നിങ്ങൾക്ക് തന്നെ കസ്റ്റമായിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാക്കാനൊക്കെ പറ്റും. അതാണ് ഓപ്പൺ സോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ആൻഡ്രോയിഡ് ആദ്യ കാലഘട്ടത്ത് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ മൊബൈൽ ഡിവൈസസിന് വേണ്ടിയിട്ടാണ്. എസ്പെഷ്യലി ടച്ച് സ്ക്രീൻ ബേസ് ചെയ്തിട്ടുള്ള മൊബൈൽ ഡിവൈസസിന് വേണ്ടിയിട്ടാണ് ആൻഡ്രോയിഡ് ഡിസൈൻ ചെയ്തത്. അപ്പോൾ സ്മാർട്ട് ഫോൺ ടാബ്ലറ്റ്സിൽ തുടങ്ങിയിട്ട് അവരിപ്പോൾ ആൻഡ്രോയിഡ് സ്മാർട്ട് വാച്ച്, TV, അതുപോലെ ചില ഓട്ടോമൊബൈൽ ആപ്ലിക്കേഷൻസിലൊക്കെ ആൻഡ്രോയിഡ് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആൻഡ്രോയിഡ് വേൾഡിൽ തന്നെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളൊരു മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഇനി ആൻഡ്രോയിഡിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് ചോദിക്കുവാണെങ്കിൽ, ആൻഡ്രോയിഡിന് എപ്പോഴും ഒരു യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇൻ്റർഫേസ് ഉണ്ട്. സോ നമ്മളിപ്പോൾ ആദ്യ കാലഘട്ടത്ത് കീപാഡ് ഫോൺ ഉപയോഗിച്ചവർ മൊബൈൽ ഡിവൈസിലേക്ക് ട്രാൻസിഷൻ ആയ ആ ഒരു മൊമെൻറ്റ് ഓർക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാവും. ഒട്ടുമിക്കവരും ഫസ്റ്റ് ഫോൺ എന്ന് പറഞ്ഞാൽ ആൻഡ്രോയിഡിൽ ജെല്ലി ബീൻ എന്ന് പറയുന്ന OS ആയിരിക്കുള്ളൂ യൂസ് ചെയ്തിട്ടുണ്ടാവുക. അത് കുറച്ചുകൂടിയും യൂസർ ഫ്രണ്ട്ലി ആയിരുന്നു. സോ ആൾക്കാർക്ക് ആ ഒരു ട്രാൻസിഷൻ പോസിബിൾ ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഡിവൈസസ് മൾട്ടി ടാസ്കിങ് ക്യാപ്പബിലിറ്റീസ് അലോ ചെയ്യുന്നുണ്ടായിരുന്നു. ഈവൻ iOSൽ സ്റ്റാർട്ടിങ്ങിൽ അത് അവൈലബിൾ ആയിരുന്നില്ല എന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ അതും ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ അതുപോലെ ആൻഡ്രോയിഡ് കസ്റ്റമേഴ്സിന് ഒരുപാട് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈവൻ iOSൽ ഇപ്പോഴും നമുക്ക് അത്രയ്ക്കും കൂടെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ്രോയിഡിൽ അപ്പോൾ അങ്ങനത്തെ കസ്റ്റമൈസേഷൻ്റെ ടേംസിൽ നോക്കുവാണെങ്കിൽ അവിടെ ഒരു പ്ലസ് പോയിൻ്റാണ്. അതുകൊണ്ട് തന്നെ ഈ ആൻഡ്രോയിഡ് കൂടുതൽ ആൾക്കാരും ഡെവലപ്മെൻറ്റിനും അതുപോലെ യൂസേജിനൊക്കെ ആയിട്ട് ഓപ്റ്റ് ചെയ്യാറുണ്ട്. ആൻഡ്രോയിഡ് ഇനിഷ്യലി ആൻഡ്രോയിഡ് INC എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഡെവലപ്പ് ചെയ്തത്. പിന്നെ ഒരു 2005 സമയമൊക്കെ ആയപ്പോൾ ഗൂഗിള് ഈ ഒരു കമ്പനി അക്വയർ ചെയ്യുകയാണ് ചെയ്തത്. ആൻഡ്രോയിഡ് ഗൂഗിള് അക്വയർ ചെയ്തതിന് ശേഷം നടന്നിട്ടുള്ളൊരു മേജർ ഈവൻ്റ് എന്ന് പറഞ്ഞാൽ അവരൊരു അലയൻസ് സ്ഥാപിച്ചിട്ടുണ്ട്. ആ അലയൻസിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഓപ്പൺ ഹാൻഡ്സെറ്റ് അലയൻസ് എന്നാണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു കോൺസോർട്ടിയമാണ്. കോൺസോർട്ടിയം മീൻസ് അസോസിയേഷൻ ഓഫ് കുറേ ടെക്നോളജിക്കൽ കമ്പനീസ് ഉണ്ട്. ഈ ടെക്നോളജിക്കൽ കമ്പനീസ് കൂടിയിട്ട് ഗൂഗിൾ ഒരു അസോസിയേഷൻ 2007 ഫോം ചെയ്തതാണ് ഈ OHA അഥവാ ഓപ്പൺ ഹാൻഡ്സെറ്റ് അലയൻസ് എന്ന് പറയുന്ന ഈ ഒരു അസോസിയേഷൻ. ഇതിൻ്റെ മെയിൻ ഗോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് യൂണിഫൈഡ് ആയിട്ട് ഓപ്പൺ സോഴ്സ് ബേസ് ചെയ്തിട്ടുള്ള ഒരു മൊബൈൽ പ്ലാറ്റ്ഫോം ഉണ്ടാക്കുകയും അതിന് കുറച്ച് ഓപ്പൺ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്ത് വെക്കുകയും ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിലാണ് അവർ ഈ ഒരു അസോസിയേഷൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ മാനുഫാക്ചേഴ്സിനും ഡെവലപ്പേഴ്സിനും ഒരുപാട് നല്ല ഹയർ ക്വാളിറ്റിയിൽ മൊബൈൽ എക്സ്പീരിയൻസ് കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അടുത്തതായിട്ട് ആൻഡ്രോയിഡ് എന്തുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നു എന്നുള്ളതിനെ സോളിഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ലൈക്ക് എന്തുകൊണ്ട് ആൻഡ്രോയിഡ് ചൂസ് ചെയ്യുന്നു എന്നുള്ളത് നോക്കാം. ഇതിൽ മിനിമം 5 പോയിൻറ്റ്സ് എങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം.
കാരണം ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്നിട്ടുണ്ട്. 5 മാർക്കിനും ചോദിച്ചിട്ടുണ്ട്, 15 മാർക്കിനും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മിനിമം 5 പോയിൻ്റെങ്കിലും അറിഞ്ഞിരിക്കുക. ആദ്യം വരുന്ന ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഓപ്പൺ സോഴ്സാണ്. അപ്പോൾ ഓപ്പൺ സോഴ്സ് എന്താണെന്നുള്ളത് ഞാൻ ഓൾറെഡി വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് ആൻഡ്രോയിഡിൻ്റെ കോഡ് വ്യൂ ചെയ്യാനും അതിൽ എഡിറ്റൊക്കെ ചെയ്ത് നമുക്ക് നമ്മുടേതായിട്ടുള്ള വെർഷൻ ക്രിയേറ്റ് ചെയ്ത് അത് മറ്റുള്ളവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഫ്രീഡം നമുക്കുണ്ട്. iOSൻ്റെ കേസിൽ നമുക്ക് അതില്ല. സോ നമുക്ക് iOS ആപ്പിളിൽ എന്താണോ നമുക്ക് കിട്ടണേ അത് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഓപ്പൺ സോഴ്സ് ആയതുകൊണ്ട് ആൻഡ്രോയിഡിൻ്റെ അകത്ത് നമുക്ക് എന്ത് തരികിട പരിപാടികളും വേണമെങ്കിൽ ചെയ്യാം. ഇത് ഈവൻ സെക്യൂരിറ്റി പർപ്പസിന് വേണ്ടിയിട്ട് പോലും ആൾക്കാർ ഓപ്പൺ സോഴ്സ് ആയതുകൊണ്ട് ആൻഡ്രോയിഡ് കോഡ് എടുത്തിട്ട് സെക്യൂരിറ്റി പർപ്പസിന് കസ്റ്റം ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരെ ഉണ്ടാക്കാറുണ്ട്. ഇതിന് ഏറ്റവും എക്സാമ്പിളായിട്ട് പറയാൻ പറ്റിയ ഒരു കേസ് എന്താണെന്ന് വെച്ചാൽ ആൻഡ്രോയിഡ് ഓപ്പൺ സോഴ്സ് ആയതുകൊണ്ടാണ് നമുക്ക് പല ഫോണിലും പല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സാംസങ് ഫോൺ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഈവൻ സാംസങ്ങിൻ്റെ ഒരു എക്കോസിസ്റ്റം അതിൻ്റെ അകത്തുണ്ട്. സാംസങ് നോട്ട്സ് അങ്ങനെ കുറച്ച് ആപ്സ് കാര്യങ്ങളൊക്കെ സാംസങ് സ്പെസിഫിക് ആയിട്ടുണ്ട്. സാംസങ് പേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ അതേസമയം നമ്മളിപ്പോൾ റെഡ്മിയുടെ ഫോൺ യൂസ് ചെയ്യുമ്പോൾ അതിന് വേറൊരു ഫീലായിരിക്കും. ആ ഫീലും എക്സ്പീരിയൻസൊക്കെ ഫോണിൻ്റെ മാനുഫാക്ചേഴ്സ് മാറുന്നതനുസരിച്ചിട്ട് അവിടെ ഒരു മാറ്റം കിട്ടുന്നുണ്ട്. അത് പോസിബിൾ ആക്കാനുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്പൺ സോഴ്സ് കേപ്പബിലിറ്റിയാണ്. കാരണം ഓരോ വെൻഡേഴ്സും അഥവാ ഓരോ മാനുഫാക്ചേഴ്സ് അവരുടെ ഫോണിന് മാക്സിമം ആ ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം ആൻഡ്രോയിഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കസ്റ്റമൈസേഷനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ പ്രത്യേകിച്ച് ലൈസൻസിങ്ങോ കാര്യങ്ങളോ ഒന്നും പർച്ചേസ് ചെയ്യേണ്ട സാഹചര്യമൊന്നും വരുന്നില്ല. അതുകൊണ്ട് അവിടെയും ആൻഡ്രോയിഡ് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നുണ്ട്. 5 പൈസ ഇല്ലാതെ തന്നെ നമുക്ക് നമ്മുടേതായ രീതിക്ക് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡിറൈവ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റും. രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ മൾട്ടി കരിയർ സപ്പോർട്ടാണ്. അതായത് നമുക്ക് 2G അല്ലെങ്കിൽ 3G 4G 5G നെറ്റ്വർക്ക്സ് എല്ലാം തന്നെ ആൻഡ്രോയിഡിൽ ഡിഫോൾട്ടായിട്ട് സപ്പോർട്ട് ചെയ്യും. ഹാർഡ്വെയർ അനുസരിച്ചിട്ടാണ് പിന്നെയും കുറച്ച് ലിമിറ്റേഷൻസ് വരിക. പക്ഷേ സോഫ്റ്റ്വെയറിൻ്റെ ബേസിസിൽ അത് ആക്ച്വലി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈവൻ 5G നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇന്ത്യയിൽ കുറച്ച് ബാൻഡ് അവൈലബിൾ ആണ്. പക്ഷേ ആ ബാൻഡ് എല്ലാം തന്നെ US-ലോ അല്ലെങ്കിൽ അതുപോലുള്ള ഫോറിൻ കൺട്രീസിലത് കിട്ടണമെന്നില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ആൻഡ്രോയിഡ് ഇത്തരം എല്ലാ ടൈപ്പ് ബാൻഡും ഹാൻഡിൽ ചെയ്യാനുള്ള ആ ഒരു കോമ്പാറ്റബിലിറ്റി ഓഫർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് മെജോറിറ്റി ആയിട്ടുള്ള മൊബൈൽ ഓപ്പറേറ്റേഴ്സിൻ്റെ കണക്ഷൻസുമായിട്ട് സീംലെസ് ആയിട്ട് വർക്ക് ആവുകയും ചെയ്യുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ ചില സമയത്ത് 5G ഫോൺ വിദേശത്തെ ബാൻഡും ഇന്ത്യയിലെ ബാൻഡും കൂടെ ഉള്ള ഒരു ഫോൺ ഇന്ത്യയിൽ വെച്ച് വാങ്ങിച്ചിട്ട് വിദേശത്തോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അത് ആക്ച്വലി വർക്ക് ചെയ്യും. അപ്പം അങ്ങനെ സീംലെസ് ആയിട്ട് ഒരു കണക്ടിവിറ്റി ഇഷ്യൂ ഇല്ലാത്ത രീതിയിൽ ആൻഡ്രോയിഡ് എപ്പോഴും കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ കേപ്പബിളാണ്. അടുത്ത് വരുന്ന ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഡെവലപ്മെൻറ്റ് കോസ്റ്റ് ഒന്നില്ലെങ്കിൽ നമുക്ക് കോസ്റ്റേ വരത്തില്ല, അതല്ല എങ്കിലും നിസ്സാരം കോസ്റ്റേ ഈ ഒരു ആൻഡ്രോയിഡ് ബേസ് ചെയ്തിട്ടുള്ള ഡെവലപ്മെൻറ്റിന് ചിലവാകുന്നുള്ളൂ. അതിൽ ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കേണ്ട പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ ആൻഡ്രോയിഡിൽ നമുക്കിപ്പോൾ ഒരു ആപ്പ് ഉണ്ടാക്കണമെങ്കിൽ അതിന് നമുക്ക് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ വേണം, SDK വേണം, എമുലേറ്റേഴ്സ് വേണം. ഇതെല്ലാം നമുക്ക് പൈസ കൊടുക്കാതെ തന്നെ ഗൂഗിളിൽ നിന്ന് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. എന്നാൽ അതേസമയം നമ്മളിപ്പോൾ ഒരു ഐഫോണിന് വേണ്ടിയിട്ട് ഒരു ആപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ഐഫോൺ നമ്മളുടെ കയ്യിൽ വേണം. അതുപോലെ തന്നെ ഒരു മാക്ക് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡിവൈസും നമ്മളുടെ കയ്യിൽ വേണം. അങ്ങനെ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇത്തരം കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്താലേ നമുക്ക് ഡെവലപ്മെൻറ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ പ്ലേ സ്റ്റോറിൽ ആപ്പ് പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ ഗൂഗിളിലാണ് നമ്മൾ ആൻഡ്രോയിഡ് ബേസ് ചെയ്തിട്ട് ഒരു ആപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ പ്ലേ സ്റ്റോറിൽ ഇടാൻ ആകപ്പാടെ ഒരു വൺ ടൈം ഫീ മാത്രമേ ഉള്ളൂ. $25 കൊടുത്തിട്ട് നമുക്ക് പ്ലേ സ്റ്റോറിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ മതി. എത്ര ആപ്സ് വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാം. എന്നാൽ അതേസമയം ആപ്പിളിൻ്റെ കേസിൽ പറയുവാണെങ്കിൽ
ഓരോ ആപ്പ് റിലീസ് ചെയ്യുമ്പോഴും അതിന് ഇയർലി നമ്മൾ ഒരു ഫീ അടയ്ക്കണം. അത് ഒട്ടുമിക്ക കേസുകളിലും $99 പെർ ആപ്പിന് നമ്മൾ ഇയർലി ഒരു സബ്സ്ക്രിപ്ഷൻ പോലെ അവർക്ക് പേ ചെയ്തുകൊണ്ടിരിക്കണം. അതുകൊണ്ട് ഡെവലപ്മെൻറ്റ് കോസ്റ്റ് ആൻഡ്രോയിഡിൽ കഴിവതും മിനിമലായിരിക്കും. എന്നാൽ ബാക്കിയുള്ള പ്ലാറ്റ്ഫോമിൽ നല്ല എമൗണ്ട് വരാനും ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ആൻഡ്രോയിഡിൽ നമുക്കൊരു ആപ്പ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ജാവ യൂസ് ചെയ്യാം, കോട്ട്ലിൻ യൂസ് ചെയ്യാം, അതും അല്ലെങ്കിൽ C++ യൂസ് ചെയ്യാം. അതായത് നമ്മൾക്കിപ്പോൾ ഹാർഡ്വെയറായിട്ട് ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്യേണ്ട സാഹചര്യം വരുവാണെങ്കിൽ ആൻഡ്രോയിഡിൽ നമുക്ക് C++ വെച്ചിട്ടും ഹാർഡ്വെയറായിട്ട് ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്യാനുള്ള കോഡ് എഴുതാനുള്ള ക്യാപ്പബിലിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്ത പോയിൻ്റ് എന്താണെന്ന് ചോദിക്കുവാണെങ്കിൽ ആൻഡ്രോയിഡിൽ നമുക്ക് കസ്റ്റം റോംസ് യൂസ് ചെയ്യാൻ പറ്റും. അതിന് ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മളുടെ ഫോൺ നമ്മൾ വാങ്ങിക്കുന്ന ആ ഒരു ടൈമിൽ ഒട്ടുമിക്ക മാനുഫാക്ചേഴ്സും ഓഫർ ചെയ്യുന്നത് 2 വർഷത്തെ ആൻഡ്രോയിഡ് OS അപ്ഡേറ്റും പിന്നെ കുറച്ച് നാളത്തേക്ക് അഡീഷണൽ ഒരു 3 വർഷത്തേക്ക് എങ്ങാണ്ടോ സെക്യൂരിറ്റി പാച്ചസും ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 5 വർഷമൊക്കെ കഴിയുമ്പോഴേക്കും പിന്നെ ആ ഫോണിന് കാര്യമായ അപ്ഡേഷൻസോ കാര്യങ്ങളോ കിട്ടത്തില്ല. iOSൻ്റെ കേസിലാണെങ്കിൽ പിന്നെ അതും കൊണ്ട് വലിയ പ്രയോജനമില്ല. ആ ഫോൺ നമുക്ക് പിന്നെ ഒരു പരിധി വിട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല. പക്ഷേ ആൻഡ്രോയിഡിൻ്റെ കേസിൽ ഓൾറെഡി ആൻഡ്രോയിഡ് ഓപ്പൺ സോഴ്സ് ആയതുകൊണ്ട് ആൾക്കാർക്ക് ആൻഡ്രോയിഡിൻ്റെ പുതിയ വെർഷൻ വെച്ചിട്ട് കസ്റ്റം റോം ബിൽഡ് ചെയ്യാൻ പറ്റും. അതായത് കസ്റ്റമായിട്ട് കുറച്ച് OS ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുവഴി അവർക്ക് ഡിവൈസിൻ്റെ ലൈഫ് സ്പാൻ ഇൻക്രീസ് ചെയ്യാനും പിന്നെ പഴയ ഫോണിൽ പുതിയ OSൻ്റെ അപ്ഡേറ്റ്സ് പ്രൊവൈഡ് ചെയ്യാനൊക്കെ കുറച്ചുകൂടിയും അവൈലബിൾ ആയിട്ടുള്ള സാഹചര്യം വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന കസ്റ്റം റോമിന് UI കുറച്ചുകൂടി കൺട്രോൾ കൂടുതൽ കിട്ടുകയും അതുപോലെ പെർഫോമൻസൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു സാഹചര്യം കിട്ടാറുണ്ട്. അത് ഓരോ കസ്റ്റം റോം അനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ വ്യത്യാസങ്ങളൊക്കെ വരിക. ഈവൻ നമുക്ക് ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഒരിടയ്ക്ക് പിക്സൽ എക്സ്പീരിയൻസ് എന്നും പറഞ്ഞിട്ട് ഒരു കസ്റ്റം റോം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഗൂഗിൾ പിക്സലിൻ്റെ ആ ഒരു സോഫ്റ്റ്വെയറിൻ്റെ എക്സ്പീരിയൻസ് ഏതൊരു ഫോണിലും പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ കസ്റ്റം റോം ഇറക്കിയത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് പഴയ ഫോണുകളിൽ അതല്ലെങ്കിൽ പിക്സൽ അല്ലാത്ത ഫോണുകളിൽ നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റിയിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് കസ്റ്റം റോംസ് ആൻഡ്രോയിഡിൽ അവൈലബിൾ ആണ്. അടുത്ത പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഗൂഗിളിൻ്റെ ഇൻ്റഗ്രേഷൻസ് ആൻഡ്രോയിഡിൽ ഡിഫോൾട്ടായിട്ട് നമുക്ക് അവൈലബിൾ ആണ്. അതായത് നമുക്ക് Gmail ആക്സസ് ചെയ്യാൻ പറ്റും, ഗൂഗിൾ മാപ്സ്, ഗൂഗിൾ ഡ്രൈവ്, ഗൂഗിൾ അസിസ്റ്റൻസ്, ഈവൻ ഇപ്പോൾ ജെമിനി ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടോട്ടലി AI ക്യാപ്പബിലിറ്റീസ് വരെ ആൻഡ്രോയിഡിൽ ബൈ ഡിഫോൾട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. iOSൻ്റെ കേസിൽ നമ്മളിപ്പോൾ അത് കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ സ്റ്റിൽ അവർക്ക് ഒരു നല്ല എക്സ്പീരിയൻസ് കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ആൻഡ്രോയിഡ് ആ ഒരു ഏരിയയിലും ഒരു സ്പെഷ്യൽ പൊസിഷൻ കീപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആൻഡ്രോയിഡിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് പുതിയ OSകളിലൊക്കെ അവർ ഗൂഗിളിൽ ക്ലൗഡ് സിങ്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ ഐഫോണൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ഐഫോൺ വാങ്ങിച്ചു കഴിയുമ്പോൾ ഡാറ്റയൊക്കെ റീസ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ ഇനി മുതൽ നമുക്ക് ആൻഡ്രോയിഡ് ഫോൺസ് എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ ഗൂഗിൾ ക്ലൗഡ് സിങ്ക് വെച്ചിട്ട് നമ്മൾ സിങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബാക്കപ്പ് ചെയ്ത ഡാറ്റ ഈസി ആയിട്ട് റീസ്റ്റോർ ചെയ്യാനും പറ്റും.